കോഴിക്കോട് കോർപ്പറേഷൻ 7-ാം വാർഡായ കരുവശ്ശേരിയിൽ LDF സ്ഥാനാർത്ഥി വരുൺ ഭാസ്കറാണ്. ആഴ്ചകൾക്ക് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞ മുൻ കോഴിക്കോട് മേയർ M. ഭാസ്കരന്റെ മകൻ. 2 ദശാബ്ദത്തോളം കരുവശ്ശേരിക്കാരുടെ ഇടതുമനസ്സിന് കരുത്തേകിയ കൌൺസിലറുടെ മകൻ എന്ന മേൽവിലാസം നാട്ടങ്കത്തിൽ വരുൺ ഭാസ്കറിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. മുൻ SFI DYFI നേതാവായ വരുൺ ഭാസ്കർ വാർഡിന്റെ ചരിത്രം നിലനിർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് വോട്ട് തേടുന്നത്. 4.5 ദശാബ്ദക്കാലം വാർഡിന്റെ ഇടതുപക്ഷ മനസ്സ് നിലനിർത്താൻ LDF കൌൺസിലർമാർക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്തവണ മാറ്റത്തിനൊരു വോട്ടെന്ന മുദ്രാവാക്യം പ്രതിയോഗികൾ ഉയർത്തുമ്പോൾ വികസന പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലെത്തിച്ചതിന്റെയും സൗഹൃദ കൂട്ടായ്മകളിലൂടെ പാവപ്പെട്ടവർക്ക് തണലൊരുക്കിയതിന്റെയും അനുഭവങ്ങൾ ഗുണം ചെയ്യുമെന്ന വിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി. ഈ വീട് ഇവിടുത്തെ നിലവിലെ കൗൺസിലറുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പ്രവർത്തനമാണ്. ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഈ സ്നേഹവീട്. കഴിഞ്ഞ ഇവിടുത്തെ റെസിഡൻഷ്യൽ അസോസിയേഷനുകളുടെയും എല്ലാം നേതൃത്വത്തിൽ ഇവിടുത്തെ CPMന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പ്രവർത്തനത്തിൻ്റെ നേർക്കാഴ്ചയാണ്. ഇതുപോലുള്ള 35ഓളം വീടുകൾ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് മാത്രം CPMന്റെ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഇടപെട്ടുകൊണ്ട് ഇതുപോലുള്ള വീടുകൾ വളരെ പാവപ്പെട്ടവർക്കും അതോടൊപ്പം തന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കുമായി കണ്ടെത്തിക്കൊണ്ട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച പദ്ധതികൾക്ക് മുൻതൂക്കം നൽകും. ശുദ്ധജല അപര്യാപ്തതയ്ക്ക് പരിഹാരം കണ്ടെത്തും. എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുള്ള പ്രവർത്തനം തുടരാനും വാർഡിൽ പുതിയ വികസന പദ്ധതികൾ നടപ്പിലാക്കാനുമാണ് LDF സാരഥി ലക്ഷ്യമിടുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം വിജയിക്കുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPMും അതോടൊപ്പം തന്നെ ഇവിടുത്തെ മുഴുവൻ ജനങ്ങളുമായി ആലോചിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇനിയും മാറ്റം വരേണ്ട മേഖലകളിലേക്ക് പുതിയ പദ്ധതികൾ ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ശുദ്ധജലത്തിൻ്റെ അപര്യാപ്തത ഇപ്പോൾ ഈ കനാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കനാലിൻ്റെ ശരിയായ രീതിയിൽ കനാൽ തുറന്നു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലേക്കും വെള്ളമെത്താത്ത പ്രശ്നം, അത് ഈ മേഖലയിൽ കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നുണ്ട്. ശുദ്ധജലത്തിൻ്റെ അപര്യാപ്തത വരുന്നുണ്ട്, അത് പരിഹരിക്കേണ്ടതുണ്ട്. ചില റോഡുകൾ ഇനിയും വീതി കൂട്ടി വിപുലീകരിക്കേണ്ടതുണ്ട്. അതൊക്കെ തന്നെ കഴിഞ്ഞകാല ജനപ്രതിനിധികളുടെയും അതോടൊപ്പം തന്നെ പഴയകാല ആളുകളുടെയും ഒക്കെ തന്നെ അനുഭവത്തിൻ്റെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ മാറ്റം വരുത്താൻ ആവശ്യമായ സാഹചര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അച്ഛനോടുള്ള ആളുകളുടെ ഒരു ബഹുമാനവും അടുപ്പവും ഓരോ വീടിനകത്ത് കയറുമ്പോഴും ഭാസ്കരേട്ടൻ്റെ മകൻ എന്ന രീതിയിലേക്ക് ആളുകൾ എന്നെ അംഗീകരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. ചുവപ്പണിഞ്ഞു നിൽക്കുന്ന കരുവശ്ശേരി കവലകളിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആവേശം നിറയുകയാണ്. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ ചർച്ചകൾ നിറയുമ്പോൾ വീടുകൾ കയറിയും വഴിയരികിൽ സ്നേഹാന്വേഷണം നടത്തിയും ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയപ്രതീക്ഷ സജീവമാക്കുന്നു. ഈ ന്യൂസ് കോഴിക്കോട്.